നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. തൊടുപുഴ തൊമ്മൻകുത്ത് നാരങ്ങാനത്ത് വനംവകുപ്പ് കുരിശ് പൊളിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. സെന്റ് തോമസ് ഇടവക വിശ്വാസികളുടെ നേതൃത്വത്തിൽ തൊമ്മൻകുത്തിൽ വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രന്റെ കോലം കത്തിച്ചു. കുരിശ് തിരികെ സ്ഥാപിക്കുന്നതുവരെ സമരം തുടരുമെന്ന് വിശ്വാസികൾ. ചിന്നക്കനാലിൽ വീണ്ടും ചക്കക്കൊമ്പന്റെ വിളയാട്ടം. ആനയെ കണ്ട് ഭയന്നോടിയ ഇരുചക്ര വാഹന യാത്രികന് പരിക്കേറ്റു. പരിക്കേറ്റത് ചിന്നക്കനാൽ സ്വദേശി ഈട്ടിക്കൽ സമാവതിക്ക്. പെരിയകനാലിൽ വഴിയോരക്കടകൾ കാട്ടാന തകർത്തു. മഴക്കാലം തൊട്ടരികിലെത്തിയിട്ടും കല്ലാർകുട്ടി അണക്കെട്ടിന്റെ സംഭരണശേഷി വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ വൈകുന്നു. അണക്കെട്ടിലെ മണലും ചെളിയും വാരി നീക്കുമെന്ന പ്രഖ്യാപനം നാളുകൾക്ക് മുമ്പുണ്ടായിരുന്നു. എന്നാൽ ഈ വേനൽക്കാലം അവസാനിക്കുമ്പോഴും ഇതിൽ നടപടിയില്ല. പണിതിട്ടും പണിതീരാതെ രാജാക്കാട് ഹോമിയോ ആശുപത്രി കെട്ടിടം. നിർമ്മാണം ആരംഭിച്ചു 4 വർഷം പിന്നിട്ടിട്ടും പണികൾ എങ്ങും എത്തിയില്ല. ആശുപത്രിക്കായുള്ള കെട്ടിട നിർമ്മാണം ആരംഭിച്ചത് 2020-ൽ. വിശദമായ വാർത്തകളിലേക്ക്. തൊടുപുഴ തൊമ്മൻകുത്ത് നാരങ്ങാനത്ത് വനംവകുപ്പ് കുരിശ് പൊളിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. സെന്റ് തോമസ് ഇടവക വിശ്വാസികളുടെ നേതൃത്വത്തിൽ തൊമ്മൻകുത്തിൽ വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രന്റെ കോലം കത്തിച്ചു പ്രതിഷേധിച്ചു. കുരിശ് തിരികെ സ്ഥാപിക്കുന്നതുവരെ സമരം തുടരുമെന്ന് വിശ്വാസികൾ മുന്നറിയിപ്പ് നൽകി. കുരിശ് പിഴുതുമാറ്റിയത് പുനഃസ്ഥാപിക്കാത്തതിലും വിശ്വാസികൾക്കും പള്ളി വികാരിക്കുമെതിരെ എടുത്ത കേസ് പിൻവലിക്കാത്തതിലും പ്രതിഷേധിച്ചാണ് വനംവകുപ്പ് മന്ത്രിയുടെ കോലം കത്തിച്ചത്. തൊമ്മൻകുത്ത് ടൗണിലായിരുന്നു പ്രതിഷേധം. വിശ്വാസികൾക്ക് പിന്തുണയുമായി നാട്ടുകാരും എത്തി. സമരം ശക്തമായി തുടരുമെന്നും കൈവശഭൂമിയിൽ കടന്നുകയറി അധികാരം സ്ഥാപിക്കാനുള്ള വനംവകുപ്പിന്റെ ഒരു നീക്കവും അനുവദിക്കില്ലെന്നും സമരക്കാർ പറഞ്ഞു. കൈവശഭൂമിക്ക് പട്ടയം കിട്ടുന്നതുവരെയും പിഴുതുകൊണ്ടുപോയ കുരിശ് തിരികെ സ്ഥാപിക്കുന്നതുവരെയും സമരം തുടരാനാണ് വിശ്വാസികളുടെയും നാട്ടുകാരുടെയും തീരുമാനം. ചിന്നക്കനാലിൽ വീണ്ടും ചക്കക്കൊമ്പന്റെ വിളയാട്ടം. ആനയെ കണ്ട് ഭയന്നോടിയ ഇരുചക്ര വാഹന യാത്രികന് പരിക്കേറ്റു. ചിന്നക്കനാൽ സ്വദേശി ഈട്ടിക്കൽ സമാവതിക്കാണ് പരിക്കേറ്റത്. പെരിയകനാലിൽ വഴിയോരക്കടകളും കാട്ടാന തകർത്തു. ഒരിടവേളയ്ക്ക് ശേഷം ചക്കക്കൊമ്പന്റെ ആക്രമണം ജനവാസ മേഖലയിൽ രൂക്ഷമാകുകയാണ്. ചക്കക്കൊമ്പന്റെ മുന്നിൽപ്പെട്ട ഇരുചക്ര വാഹന യാത്രികൻ കഴിഞ്ഞ ദിവസം രാത്രി തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. അബദ്ധത്തിൽ കാട്ടാനയുടെ മുന്നിൽപ്പെട്ട സമാവതി ഇരുചക്ര വാഹനത്തിൽ നിന്നും ഇറങ്ങിയോടി രക്ഷപ്പെടുകയായിരുന്നു. ഇതിനിടയിൽ 2 തവണ കാട്ടാന ആക്രമിക്കാൻ ശ്രമിക്കുകയും വീണ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. വാരിയലിന് പൊട്ടലും കാലിനും കണ്ണിനും പരിക്കേറ്റിട്ടുണ്ട്. ഇയാൾ രാജാക്കാട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആന ആ റോഡിലൂടെ വരുമായിരുന്നു. ഞാൻ പക്ഷേ ആ വളവിൽ കണ്ടില്ല ആനനെ. കാണാതെ ആനയുമായിട്ട് ചെന്ന് സ്കൂട്ടിയായിട്ട് മുട്ടിപ്പോയി. ചെന്ന് വീണു. എഴുന്നേറ്റ് ഓടിയ ആന എൻ്റെ പുറകെ എന്നെ ഓടിച്ചു വന്നു. ഞാൻ അവിടെ വീണു. പിന്നെ എന്നിട്ട് ആന കയറി ആൾക്കാരെല്ലാം കൂടെ വന്ന് ഒച്ചപ്പാട് എടുത്തിട്ട് ആന കയറി പോവുകയും ചെയ്തു. അത് നല്ലൊരു അപകടം എന്ന് പറഞ്ഞാൽ വീഴ്ചയിൽ വാര്യസ്ഥിക്ക് 2 പൊട്ടലുണ്ട്, കണ്ണിൻ്റെ അസ്ഥിക്ക് പൊട്ടലുണ്ട്, പിന്നെ ചതവുണ്ട്, കാലിൻ്റെ മുട്ട് പൊട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഇത്രയും പറ്റി. പുലർച്ചെ കുമ്മളി മൂന്നാർ സംസ്ഥാന പാതയിലിറങ്ങിയ ചക്കക്കൊമ്പൻ വഴിയോര കടകൾ തകർത്തു. സംസ്ഥാന പാതയിൽ പെരിയകനാലിന് സമീപം പുതുപ്പരട്ട് ഭാഗത്താണ് ചക്കക്കൊമ്പൻ ഇറങ്ങിയത്. വഴിയോരത്ത് സ്ഥിതി ചെയ്തിരുന്ന 4 കടകൾ ആന തകർത്തു. പൈനാപ്പിൾ സൂക്ഷിച്ചിരുന്ന കടകളാണ് കാട്ടാന തകർത്തത്. 2 മണിക്കൂറോളം റോഡിൽ കാട്ടാന പരിഭ്രാന്തി പരത്തി ഗതാഗത തടസ്സം സൃഷ്ടിച്ചു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തിയാണ് ചക്കക്കൊമ്പനെ തുരത്തിയത്. മഴക്കാലം തൊട്ടരികിലെത്തിയിട്ടും കല്ലാർകുട്ടി അണക്കെട്ടിന്റെ സംഭരണശേഷി വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ വൈകുന്നു. അണക്കെട്ടിലെ മണലും ചെളിയും വാരി നീക്കുമെന്ന പ്രഖ്യാപനം നാളുകൾക്ക് മുമ്പുണ്ടായിരുന്നു. അറ്റകുറ്റപ്പണികൾക്കായി അണക്കെട്ട് വറ്റിച്ചപ്പോഴും സംഭരണശേഷി വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ മുമ്പോട്ട് പോകുന്നുവെന്നായിരുന്നു വൈദ്യുതി വകുപ്പിന്റെ പ്രതികരണം. എന്നാൽ ഈ വേനൽക്കാലം അവസാനിക്കുമ്പോഴും ഇതിൽ നടപടി ഉണ്ടാകുന്നില്ല. ചെറിയ മഴ പെയ്താൽ പോലും വളരെ പെട്ടെന്ന് നിറയുകയും ഷട്ടറുകൾ തുറക്കേണ്ടി വരികയും ചെയ്യുന്ന അണക്കെട്ടാണ് കല്ലാർകുട്ടി അണക്കെട്ട്. ചെറിയ അണക്കെട്ടെന്നതിനൊപ്പം 2018-ലെ പ്രളയകാലം മുതലുള്ള കല്ലും മണ്ണും ചെളിയും വന്നടിഞ്ഞ അണക്കെട്ടിന്റെ സംഭരണശേഷിയിലും കാര്യമായ കുറവ് വന്നിട്ടുണ്ട്. ഈ മണലും ചെളിയും നീക്കി ഡാമിന്റെ സംഭരണശേഷി വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിലനിൽക്കുന്നതാണ്. എന്നാൽ ഈ വേനൽക്കാലം അവസാനിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ഇത്തവണയും അണക്കെട്ടിന്റെ സംഭരണശേഷി വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ നടപടി ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. കല്ലാർകുട്ടി ഡാമിലെ മണൽ നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കല്ലാർകുട്ടി ഡാമിൻ്റെ അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ടാണ് ഡാം തുറന്നു വിടുകയും ഇതുവരെ മണൽ നീക്കുവാനുള്ള ഒരു ക്രമീകരണങ്ങളും നടന്നില്ല. അടുത്ത മഴക്കാലം വരികയാണ്. ഡാമിൻ്റെ സംഭരണശേഷി വളരെയധികം കുറവാണ്.
പ്രളയത്തിലും മറ്റ് ഗഡികളിലെല്ലാം വന്ന് അടിഞ്ഞുകൂടിയിരിക്കുന്ന മണലുകളും ചെളികളും നീക്കം ചെയ്യാതെ ഡാമിന് സംഭരണശേഷി ഒരു തുള്ളി പോലുമില്ലാതെ ചെറിയ മഴ പെയ്യുമ്പോൾ പോലും ഡാം നിറയുന്ന രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അധികാരികൾ മണൽ നീക്കുമെന്ന് വാഗ്ദാനം നൽകിയിട്ട് പോലും മണൽ നിൽക്കാത്തതിനെ പ്രതിഷേധിച്ചുകൊണ്ട് ഈ അധികാരികൾ അടിയന്തരമായി അടുത്ത മഴയ്ക്ക് മുമ്പ് ഈ മണൽ നീക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഈ വേനൽക്കാലത്തിന്റെ ആരംഭത്തിൽ അറ്റകുറ്റപ്പണികൾക്കായി അണക്കെട്ടിലെ വെള്ളം പൂർണ്ണമായി വറ്റിച്ചിരുന്നു. ഈ കാലയളവിൽ അണക്കെട്ടിൽ വന്നടിഞ്ഞിട്ടുള്ള ചെളിയുടെ തോത് വളരെ വലുതാണെന്ന് വകുപ്പ് മനസ്സിലാക്കുകയും ചെളിയും മണലും നീക്കാൻ നടപടി ഉണ്ടാകുമെന്ന് വൈദ്യുതി വകുപ്പ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അണക്കെട്ടിന്റെ അടിത്തട്ടിൽ വരെ ചെളി വന്നടിഞ്ഞിട്ടുള്ളത് അറ്റകുറ്റപ്പണികൾക്കുൾപ്പെടെ പ്രതിബന്ധമായി മാറുകയും ചെയ്തു. അണക്കെട്ടിലെ ചെളി നീക്കുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്ന് മുമ്പ് വൈദ്യുതി വകുപ്പ് മന്ത്രിയും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇക്കാര്യങ്ങളിലൊന്നും നടപടി ഉണ്ടാകാതെ വന്നതോടെ ഈ വർഷകാലത്തും ചെറിയ മഴ പെയ്താൽ പോലും അണക്കെട്ട് വേഗത്തിൽ നിറയുന്ന സ്ഥിതി തുടരും. പണിതിട്ടും പണി തീരാത്തൊരു ആശുപത്രിയുണ്ട് ഇടുക്കിയിൽ. രാജാക്കാട് ഹോമിയോ ആശുപത്രി നിർമ്മാണം ആരംഭിച്ച് 4 വർഷം പിന്നിട്ടിട്ടും പണികൾ എങ്ങും എത്തിയിട്ടില്ല. രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെ IHRD ബിൽഡിംഗിലെ ഇടുങ്ങിയ മുറിയിൽ പ്രവർത്തിച്ചു വരുന്ന ഹോമിയോ ആശുപത്രിക്ക് അടിസ്ഥാന സൗകര്യമുള്ള ഒരു കെട്ടിടം വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ജനങ്ങളുടെ ഈ ആവശ്യത്തെ തുടർന്ന് 2019 ആശുപത്രി കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള സ്ഥലം ഏറ്റെടുത്തു. 2020 ഉടുമ്പൻചോല MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ആശുപത്രി കെട്ടിടം നിർമ്മിക്കുന്നതിനായി 40 ലക്ഷം രൂപയും അനുവദിച്ച ടെൻഡർ നടപടികളും പൂർത്തീകരിച്ച കരാറുകാരൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ എങ്ങും എത്തിയിട്ടില്ല. നിലവിലെ അവസ്ഥയിൽ പണികൾ എന്ന് പൂർത്തീകരിക്കുമെന്ന് വ്യക്തമല്ലെന്ന് പൊതുപ്രവർത്തകർ പറയുന്നു. എൻ്റെ ഈ പിന്നിൽ കാണുന്ന ഹോമിയോ ആശുപത്രിക്ക് പണം അനുവദിച്ച് പണി തുടങ്ങിയിട്ട് 4 വർഷമായിരിക്കുകയാണ്. 4 വർഷമായിട്ടും ഈ ഹോമിയോ ആശുപത്രിയുടെ പണി ഇങ്ങനെ തന്നെ നിൽക്കുമ്പോൾ എൻ്റെ പിന്നിൽ കാണുന്ന ഈ ഹോമിയോ ആശുപത്രിയുടെ ഒപ്പം ഇടുക്കി ജില്ലയിൽ അനുവദിച്ച 7 or 8 ഹോമിയോ ആശുപത്രികളുടെ പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം നടന്നിരിക്കുകയാണ്. എന്നാൽ എൻ്റെ ഈ പിന്നിൽ കാണുന്ന ഈ ഹോമിയോ ആശുപത്രി തുടങ്ങിയതുപോലെ തന്നെ നിൽക്കുകയല്ലാണ്ട് യാതൊരു മാറ്റം വരുത്തുവാനോ അല്ലെങ്കിൽ ഈ പണി പൂർത്തീകരിച്ച് അവിടെ രോഗികളെ പരിശോധിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനോ തയ്യാറായിട്ടില്ല. രാജാക്കാട് പഞ്ചായത്തിൽ സർക്കാർ ഹോമിയോ ആശുപത്രി അനുവദിച്ചെന്നും പറഞ്ഞ് കൊട്ടിഘോഷിച്ചുകൊണ്ട് നടന്ന LDF, രാജാക്കാട് പഞ്ചായത്ത് ഭരിക്കുന്ന LDFും ഈ ആശുപത്രിയുടെ പണിയൊന്ന് പൂർത്തീകരിച്ച് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം നടത്തുവാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇലക്ഷൻ വരുമ്പോൾ ആളുകളെ പറ്റിക്കുവാൻ വേണ്ടി ഓരോരോ പദ്ധതികൾ കൊണ്ടുവന്ന് ഈ നാട്ടിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഇലക്ഷനെ ഫേസ് ചെയ്യുക മാത്രമാണ് ഇവർ ചെയ്യുന്നത്. അല്ലാണ്ട് LDF ഈ നാട്ടിലെ ജനങ്ങളുടെ ഉന്നമനത്തിനോ അല്ലെങ്കിൽ ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയോ ഒന്നും ചെയ്യാറില്ല. ആശുപത്രിയുടെ കരാറുകാരൻ തന്നെയാണ് പഞ്ചായത്ത് കെട്ടിടം നിർമ്മിക്കാനും കരാർ എടുത്തിരിക്കുന്നത്. ഇതിന്റെ അവസ്ഥയിലും മാറ്റമൊന്നുമില്ല. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ രോഗിക്ക് എലിയുടെ കടിയേറ്റതായി പരാതി. സർജറിക്ക് ശേഷം ആശുപത്രിയിലെ പേവാർഡിൽ ചികിത്സയിൽ തുടർന്നിരുന്ന കമ്പളികണ്ണം സ്വദേശി ഷാജനാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ എലിയുടെ കടിയേറ്റത്. ഷാജന്റെ കാൽവിരലിന്റെ അഗ്രഭാഗത്ത് കടിയേറ്റതിന്റെ പാടുകൾ കാണാം. ഇതുമായി ബന്ധപ്പെട്ട് ഷാജന് ചികിത്സ ലഭ്യമാക്കിയതായും തുറന്നു കിടന്നിരുന്ന ജനൽഭാഗം അടയ്ക്കാൻ നിർദ്ദേശം നൽകിയതായും ആശുപത്രി അധികൃതർ പറഞ്ഞു. പ്രമേഹ രോഗിയായ ഷാജൻ കഴിഞ്ഞ 28-നായിരുന്നു കാലിലെ സർജറിക്കായി അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. കഴിഞ്ഞ ദിവസം സർജറി കഴിയുകയും ചെയ്തു. ആശുപത്രിയിലെ പേവാർഡിലായിരുന്നു ഷാജൻ തുടർ ചികിത്സയ്ക്കായി കഴിഞ്ഞു വന്നിരുന്നത്. കട്ടിലിൽ കിടക്കുന്നതിനിടെ കഴിഞ്ഞ ദിവസം പുലർച്ചെ കാലിൽ എലിയുടെ കടിയേറ്റതായി ഷാജൻ പറഞ്ഞു. രാവിലെ 4:45 ഏറ്റായിരുന്നു. അത് കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സൈഡ് വഴി വന്നിട്ട് കാലേ കൂടെ എന്തിങ്ങനെ ഓർന്നോലുണ്ട്. അപ്പോഴത്തേക്കും ഞാൻ ഇത് നോക്കിയപ്പോഴത്തേക്കും എലി ഇതിൽ ചാടി ഇറങ്ങി ഓടി. അതിന് കാലേ നോക്കിയപ്പോഴത്തേക്കും 2 സ്ഥലത്തും മരിച്ചവരാ. മുറിയിൽ ഷാജൻ കിടക്കുന്ന ഭാഗത്ത് ജനാല അടയ്ക്കുവാനുള്ള പാളികൾ ഇല്ല. കാർഡ്ബോർഡ് കഷ്ണങ്ങളും മറ്റും ഉപയോഗിച്ചാണ് ഈ ഭാഗം മറച്ചിട്ടുള്ളത്. ഇതുവഴി ഇടജന്തുക്കളടക്കം അകത്ത് പ്രവേശിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ഷാജന്റെ ഇരുകാലുകളിലും കാൽവിരലിന്റെ അഗ്രഭാഗത്ത് കടിയേറ്റതിന്റെ പാടുകൾ കാണാം. ഇതുമായി ബന്ധപ്പെട്ട് ഷാജന് ചികിത്സ ലഭ്യമാക്കിയതായും തുറന്നു കിടന്നിരുന്ന ജനൽഭാഗം അടയ്ക്കാൻ നിർദ്ദേശം നൽകിയതായും ആശുപത്രി അധികൃതർ പറഞ്ഞു. അതേസമയം ആശുപത്രിയിൽ വെച്ച് രോഗിക്ക് എലിയുടെ കടിയേറ്റതിൽ വലിയ പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട്. ടോപ്പ് സ്റ്റേഷൻ വട്ടവട റോഡിൽ കോവിലൂർ ടൗണിന് സമീപം റോഡിൽ രൂപം കൊണ്ടിട്ടുള്ള ചെളി യാത്രക്കാർക്ക് തടസ്സമാകുന്നതായി പരാതി. മഴ പെയ്തതോടെ ചെളിയും മണ്ണും റോഡിലേക്ക് ഒഴുകിയെത്തിയതാണ് പ്രശ്നത്തിന് കാരണം. റോഡിന് കൃത്യമായി ഓടയില്ലാത്തതാണ് മണ്ണും ചെളിയും റോഡിലേക്ക് ഒഴുകിയെത്താൻ കാരണമെന്നാണ് ആക്ഷേപം.
കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയെ തുടർന്നാണ് ടോപ്പ് സ്റ്റേഷൻ വട്ടവട റോഡിൽ കോവിലൂർ ടൗണിന് സമീപം റോഡിലേക്ക് മണ്ണും ചെളിയും ഒഴുകിയെത്തിയത്. നിരന്തരം വാഹനങ്ങൾ ഓടിയതോടെ ഈ ഭാഗം ചെളിക്കുണ്ടായി മാറി. റോഡിൽ രൂപം കൊണ്ടിട്ടുള്ള ചെളി യാത്രക്കാർക്ക് തടസ്സമാകുന്നുവെന്നാണ് പരാതി. റോഡിലാകെ ചെളി വ്യാപിച്ചതോടെ ഇതുവഴി നടന്നു പോകുന്ന കാൽനട യാത്രികരാണ് പ്രയാസം ഏറെ അനുഭവിക്കുന്നത്. ഒഴുകിയെത്തിയ മണ്ണ് നീക്കാൻ നടപടി വേണമെന്ന ആവശ്യവും ഉയർന്നു. റോഡിന് കൃത്യമായി ഓടയില്ലാത്തതാണ് മണ്ണും ചെളിയും റോഡിലേക്ക് ഒഴുകിയെത്താൻ കാരണമെന്നാണ് ആക്ഷേപം. മഴ പെയ്യുന്നതോടെ വെള്ളം റോഡിലൂടെ നിരന്നൊഴുകുന്ന സാഹചര്യത്തിലാണ് മണ്ണും ചെളിയും കൂടി റോഡിൽ വന്നടിയുന്നത്. മഴ പെയ്തതോടെ കോവിലൂർ കൊട്ടക്കാമ്പൂർ റോഡിൽ വെള്ളക്കെട്ടുണ്ടാകുന്ന സാഹചര്യവും യാത്രക്കാർക്ക് തടസ്സമാകുന്നുണ്ട്. MC കട്ടപ്പനയുടെ 1ാം ചരമവാർഷിക അനുസ്മരണത്തിന്റെ ഭാഗമായി MC സ്മൃതി സാംസ്കാരികോത്സവം കട്ടപ്പനയിൽ നടന്നു. പ്രശസ്ത നാടക പ്രവർത്തകൻ ആർട്ടിസ്റ്റ് സുജാതൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത നാടക സിനിമ അഭിനേതാവും സംസ്ഥാന നാടക അവാർഡ് ജേതാവുമായിരുന്ന MC കട്ടപ്പനയുടെ 1ാം ചരമവാർഷികം പ്രമാണിച്ചാണ് കട്ടപ്പന പൗരാവലിയുടെ നേതൃത്വത്തിൽ MC അനുസ്മരണവും നാടകാവതരണവും സംഘടിപ്പിച്ചത്. കട്ടപ്പന CSI ഗാർഡനിലായിരുന്നു പരിപാടി. പ്രശസ്ത നാടക പ്രവർത്തകൻ ആർട്ടിസ്റ്റ് സുജാതൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഒരു നീണ്ട കാലത്തെ ആത്മബന്ധം എന്ന് പറഞ്ഞാൽ മറ്റ് പല നാടക കലാകാരന്മാരും ആയിട്ട് സ്ഥാപിക്കാൻ പറ്റാത്ത ഒരു നാടകബന്ധം. കാരണം അങ്ങനൊരു സർക്കിളിലാണ് ഞങ്ങൾ കോട്ടയത്ത് MC കുമരൻ രാജപ്പൻ, CK ശശി എന്നൊക്കെ പറയുന്ന അക്കാലത്തെ ഒരു നാടക പ്രതിഭകളുടെ ഒരു കൂട്ടം ചേരുക. എൻ്റെ വർക്ക്ഷോപ്പിൽ ഇവർ കോട്ടയത്തുള്ളപ്പോൾ എല്ലാവരും വരിക. MC-യുടെ ഹ്യൂമറുകൾ വെറുതെ ഇങ്ങനെ കൂട്ടം കൂടുന്ന ആസാസിൽ അദ്ദേഹം അവതരിപ്പിക്കുന്ന ഹ്യൂമറുകൾ അതൊക്കെ അസാധ്യ നമുക്ക് ഈ നഷ്ടപ്പെട്ട ചില പ്രതിഭകളെ കുറിച്ച് നമ്മൾ പരാമർശിക്കുമ്പോൾ അതൊരു തീരാത്ത നഷ്ടമാണ് എന്ന് നമ്മൾ പറയുന്നതിൽ ഏറ്റവും അന്വർത്ഥമായ ആളാണ് MC കട്ടപ്പന എന്ന് പറയുന്ന മഹാനടൻ. അനുസ്മരണ സമ്മേളനത്തോടനുബന്ധിച്ച് MC-യുടെ സംഭാവനകൾ രേഖപ്പെടുത്തിയ തിരശ്ശീല വീഴാത്ത ഓർമ്മകൾ എന്ന പുസ്തകം നാടക സംവിധായകൻ മനോജ് നാരായണൻ പ്രകാശനം ചെയ്തു. ജോസഫ് ചിലമ്പൻ പുസ്തകം ഏറ്റുവാങ്ങി. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി പരിപാടിയിൽ അധ്യക്ഷയായിരുന്നു. വിവിധ കലാ, സാംസ്കാരിക, സാമൂഹ്യ സംഘടനാ പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. തുടർന്ന് കട്ടപ്പന ദർശനയുടെ സെനീബ് എന്ന നാടകം അവതരിപ്പിച്ചു. അവർക്ക് പണം കിട്ടിയാൽ അഭയാർത്ഥികളായി ഓടുന്നവരിൽ നിന്ന് പെൺകുട്ടികളെ തട്ടിയെടുത്ത് ഉപയോഗത്തിന് ശേഷം കച്ചവടം ചെയ്യുന്നതാണ് ഇപ്പൊ അവരുടെ തൊഴിൽ. അതിർത്തി വരെ ഓടാൻ ആരോഗ്യമുണ്ടെങ്കിൽ അവരേതെങ്കിലും അഭയാർത്ഥിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ വീടെടുത്ത് തന്നെ കുഴിച്ചിടും. അച്ഛനും അമ്മ നഷ്ടപ്പെട്ട ഈ കുട്ടിയെ കൂടി കടത്തിലെടുക്കണം. എനിക്കതിനാവില്ല. കൈകൾ രക്ഷിക്കാനുള്ളതാണെന്ന് പഠിപ്പിച്ചവൻ പറഞ്ഞതാണ് ഞാൻ ചെയ്യും. നിങ്ങൾക്ക് പോവാം. ജോയി വെട്ടിക്കുഴി, മനോജ് തോമസ്, അഡ്വക്കേറ്റ് KJ ബെന്നി, VR ശശി, സിജു ചക്കുമൂട്ടിൽ, രതീഷ് വരകുമല, സുഗതൻ കരുവാറ്റ, മജീഷ് ജേക്കബ്, EJ ജോസഫ്, മോബിൻ മോഹൻ, അഡ്വക്കേറ്റ് VS ദീപു, S സൂര്യലാൽ തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന കൃഷിഭവന് മുമ്പിൽ കർഷക കോൺഗ്രസ് 16-ന് ധർണ നടത്തും. AICC അംഗം അഡ്വക്കേറ്റ് EM ആഗസ്തി ഉദ്ഘാടനം ചെയ്യുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. AICC അംഗം അഡ്വക്കേറ്റ് EM ആഗസ്തി ഉദ്ഘാടനം ചെയ്യും. കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് തങ്കച്ചൻ പാണാട്ടിൽ അധ്യക്ഷനാകും. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, KPCC സെക്രട്ടറി തോമസ് രാജൻ, കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ട്, കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കൽ, മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കമൂട്ടിൽ, ഷൈനി സണ്ണി ചെറിയാൻ, ജോസ് ആനക്കല്ലിൽ, ടോമി തെങ്ങുപള്ളിയിൽ, PS മേരിദാസൻ, ലീലാമ ബേബി, സജിമോൾ ഷാജി, ഐബമോൾ രാജൻ എന്നിവർ സംസാരിക്കും. കാർഷിക ആവശ്യങ്ങൾക്കായി ലോകബാങ്ക് നൽകിയ 2465 കോടി രൂപയിൽ അതിൻ്റെ ആദ്യഘട്ടമായി നൽകിയിട്ടുള്ള 139.64 കോടി
കേരള സംസ്ഥാനത്തെ ട്രഷറികളിൽ എത്തിച്ചേർന്നതാണ്. ഈ പൈസ സംസ്ഥാന ഗവൺമെന്റിന്റെ 4ാം വാർഷിക ആവശ്യങ്ങളിലേക്കായിട്ട് വകമാറ്റി ചെലവഴിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരള പ്രദേശ് കർഷക കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ 968 കൃഷിഭവനുകളുടെ മുമ്പിലും പ്രതിഷേധ ധർണ നടത്തപ്പെടുകയാണ്. അതിൻ്റെ ഭാഗമായി കട്ടപ്പന കൃഷിഭവന്റെ മുമ്പിലേക്ക് നാളെ 16-ാം തീയതി രാവിലെ 11 മണിക്ക് പ്രതിഷേധ ധർണ നടത്തപ്പെടുകയാണ്. സംസ്ഥാനത്തെ കാർഷിക മേഖലയ്ക്ക് ലോകബാങ്ക് അനുവദിച്ച 139.64 കോടി രൂപ സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷങ്ങൾക്കായി വകമാറ്റി ചെലവഴിച്ചു. ഇടുക്കി പാക്കേജിൽ അനുവദിച്ച തുക ഇതുവരെ ചെലവഴിച്ചിട്ടില്ല. ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. വാർത്താസമ്മേളനത്തിൽ ജോസ് മുത്തനാട്ട്, ജോസ് ആനക്കലിൽ, തങ്കച്ചൻ പാണാട്ടിൽ എന്നിവർ പങ്കെടുത്തു. കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ വാഹന പ്രചരണ ജാഥ 17-18 തീയതികളിൽ വാഗമണ്ണിൽ നിന്ന് വണ്ടിപ്പെരിയാറിലേക്ക് നടക്കും. 19-ാം തീയതി രാജീവ് സ്മൃതി യാത്ര അണക്കരയിൽ നിന്നും പുറപ്പെടുമെന്നും നേതാക്കൾ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാഹന പ്രചരണ ജാഥയും സ്മൃതി യാത്രയും EM ആഗസ്തി നയിക്കും. വാഗമണ്ണിൽ നിന്ന് വണ്ടിപ്പെരിയാറിലേക്കാണ് വാഹന പ്രചരണ ജാഥ നടക്കുന്നത്. AICC അംഗം അഡ്വക്കേറ്റ് EM ആഗസ്റ്റിയാണ് ജാഥ ക്യാപ്റ്റൻ. 17 വൈകിട്ട് 4-ന് വാഗമണ്ണിൽ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്യും. INTUC പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ജ്യോതിഷ് കുമാർ മലയാലപ്പുഴ മുഖ്യപ്രഭാഷണം നടത്തും. 18-ന് രാവിലെ 8 മുതൽ വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണത്തിന് ശേഷം വൈകിട്ട് 5-ന് വണ്ടിപ്പെരിയാറിൽ സമാപിക്കും. സമാപന സമ്മേളനം INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്യും. തേയിലത്തോട്ടം മേഖലയിലാണ് പ്രധാനമായും നോക്കിയിരുന്നത്. ഈ യൂണിയന്റെ നേതൃത്വത്തിൽ മെയ് മാസം 17-18 തീയതികളിൽ ഒരു വാഹന പ്രചരണ ജാഥ നടക്കുകയാണ്. വാഹന പ്രചരണ ജാഥ വാഗമണ്ണിൽ ആരംഭിച്ച് വണ്ടിപ്പെരിയാറിൽ സമാപിക്കുന്നു. ഈ ജാഥയിൽ പ്രധാനമായും ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ തൊഴിലാളി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ കേരളത്തിൽ നിലവിലിരിക്കുന്ന ഇടതുമുന്നണി ഗവൺമെന്റിന് യാതൊരു താല്പര്യവുമില്ല. ആദർശ വ്യവസായത്തെ പുനരുദ്ധരിക്കുമെന്ന് പറഞ്ഞ ഗവൺമെന്റ് അതിൻ്റെ നടപടിക്കൊന്നും സ്വീകരിച്ചിട്ടില്ല. തൊഴിലാളികളുടെ വാസയോഗ്യമല്ലാത്ത വീടുകൾ പുതുക്കിപ്പണിയും എന്ന പ്രഖ്യാപനം ആവർത്തിച്ചു വരുന്നതല്ലാതെ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. തോട്ടം തൊഴിലാളികളുടെ മിനിമം വേതനം വർദ്ധിപ്പിക്കാനുള്ള യാതൊരു നടപടിയും നാളിതുവരെ ഗവൺമെന്റ് ഭാഗത്തുണ്ടായിട്ടില്ല. സർവോപരി തൊഴിൽ വകുപ്പിനെ വളരെ നിശ്ചയമാക്കി ഇരിക്കുകയാണ്. തൊഴിൽ വകുപ്പിൻ്റെ സാന്നിധ്യം തോട്ടം മേഖലയിലെങ്കിലില്ല. ഏറ്റവും പ്രധാനമായ പ്രശ്നം 1500ഓളം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഫോക്സ് ഗ്രൂപ്പിൻ്റെ 7 എസ്റ്റേറ്റുകളിൽ കഴിഞ്ഞ 4 മാസക്കാലമായി ശമ്പളം കിട്ടുന്നില്ല. ജോലിക്ക് കൂലി ലഭിക്കാത്ത സാഹചര്യം നിലനിൽക്കുകയാണ്. തൊഴിലാളികൾക്ക് നിലനിൽപ്പിനാവശ്യമായ ചിലവ് കാശ് കൊടുക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. ചെലവ് കാശ് 3 ആഴ്ചയായി മുടങ്ങിയിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ പ്രശ്നം പരിഹരിക്കുന്നതിന് മാനേജരുമായി സംസാരിക്കാനും തൊഴിലാളി യൂണിയനുമായി ബന്ധപ്പെട്ട് പ്രശ്നം പരിഹരിക്കാനും ഉള്ള ശ്രമം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നില്ല. ശ്രീ പെരുമ്പത്തൂരിലെ രാജീവ് സ്മൃതി മണ്ഡപത്തിലേക്ക് നടന്ന രാജീവ് സ്മൃതി യാത്ര 19-ന് പുറപ്പെടും. AICC അംഗം അഡ്വക്കേറ്റ് EM ആഗസ്റ്റ് നയിക്കുന്ന യാത്ര വൈകിട്ട് 5-ന് അണക്കരയിൽ KPCC ജനറൽ സെക്രട്ടറി M ലിജു ഉദ്ഘാടനം ചെയ്യും. AICC സെക്രട്ടറി PV മോഹൻ ജ്യോതി തെളിയിക്കും. കമ്പം, തേനി, ദിണ്ടിക്കൽ, പോണ്ടിച്ചേരി എന്നിവിടങ്ങളിലെ സ്വീകരണത്തിനു ശേഷം 21-ന് രാവിലെ 8-ന് ശ്രീ പെരുമ്പത്തൂരിലെത്തും. പ്രവർത്തകർ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും സർവമത പ്രാർത്ഥനയും നടത്തും. വാർത്താസമ്മേളനത്തിൽ അഡ്വക്കേറ്റ് EM ആഗസ്റ്റി, ഷാജി പൈനാടത്ത്, PR അയ്യപ്പൻ, ബിജു ദാനിയൽ, രാജൻ കൊഴുവന്മാക്കൽ എന്നിവർ പങ്കെടുത്തു. പോപ്സ് എസ്റ്റേറ്റ് തൊഴിലാളികളെ ജോലിക്കിറക്കാതെ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് ജോലി നൽകുന്നതിൽ പ്രതിഷേധിച്ച് തൊഴിലാളികൾ രംഗത്ത്. കൂടാതെ 5 മാസത്തെ ശമ്പള കുടിശ്ശികയുള്ളപ്പോൾ 1 മാസത്തെ ശമ്പളം മാത്രമാണ് എസ്റ്റേറ്റ് മാനേജ്മെന്റ് നൽകിയതെന്നും തൊഴിലാളികൾ പരാതി ഉന്നയിച്ചു. വണ്ടിപ്പെരിയാർ പോപ്സ് എസ്റ്റേറ്റ് തൊഴിലാളികൾക്ക് ശമ്പളം നൽകിയിട്ട് 5 മാസം പിന്നിടുകയാണ്. നിരന്തര പ്രതിഷേധങ്ങൾക്കൊടുവിൽ 1 മാസത്തെ ശമ്പളം മാത്രം എസ്റ്റേറ്റ് മാനേജ്മെന്റ് തൊഴിലാളികൾക്ക് നൽകി. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തങ്ങളുടെ കുട്ടികളെ എങ്ങനെ സ്കൂളിൽ വിടുമെന്ന ആശങ്കയിലാണ് തൊഴിലാളികൾ. കൂടാതെ സ്ഥിരം തൊഴിലാളികൾക്ക് ജോലി നൽകാതെ അന്യസംസ്ഥാന തൊഴിലാളികളെ ഇറക്കി കൊളുന്തെടുക്കുന്നതായും തൊഴിലാളികൾ ആരോപിച്ചു. ഇതോടെയാണ് തൊഴിലാളികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്.
വിഷയത്തിൽ തൊഴിലാളി യൂണിയൻ നേതാക്കൾ പോലും ഇടപെട്ടില്ലെന്ന ആക്ഷേപവും തൊഴിലാളികൾക്കുണ്ട്. അടിമാലി ആനച്ചാൽ ഇടിസിറ്റിക്ക് സമീപം നിയന്ത്രണം വിട്ട മിനി ടിപ്പർ പുറകോട്ടുരുണ്ട സ്കൂട്ടറിലിടിച്ച് സ്കൂട്ടർ യാത്രികന് പരിക്ക്. കയറ്റം കയറുന്നതിനിടെ വലിമുട്ടിയ മിനി ടിപ്പർ പുറകിൽ വരികയായിരുന്ന സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. തുടർന്ന് സ്കൂട്ടറിന് മുകളിലൂടെ കയറിയിറങ്ങി റോഡ് സൈഡിലെ കട്ടിങ്ങിലിടിച്ചാണ് വാഹനം നിന്നത്. അപകടത്തിൽ കാലിന് ഗുരുതരമായി പരിക്കേറ്റ് യുവാവിനെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കട്ടപ്പന ഇടുക്കിക്കവലയിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളിലേക്ക് കാർ പാഞ്ഞുകയറി അപകടം. ഇടുക്കിക്കവലയിൽ നിന്ന് 20 ഏക്കർ ഭാഗത്തേക്ക് പോയ കാറാണ് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളിലേക്ക് ഇടിച്ചു കയറിയത്. ഇടുക്കിക്കവല പോസ്റ്റ് ഓഫീസിന് എതിർവശമുള്ള ജിയോ സേവന കേന്ദ്രത്തിന് മുന്നിലും സമീപത്തുമായി നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളിലേക്കാണ് മലയോര ഹൈവേയിലൂടെ എത്തിയ കാർ പാഞ്ഞുകയറിയത്. ഇടുക്കിക്കവലയിൽ നിന്നും 20 ഏക്കർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഇലക്ട്രിക് വാഹനം നിയന്ത്രണം നഷ്ടമായി അപകടത്തിൽപ്പെടുകയായിരുന്നു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് നിഗമനം. അപകടത്തിൽ 3 വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. അപകടത്തെ തുടർന്ന് അല്പനേരം മേഖലയിൽ ഗതാഗത തടസ്സമുണ്ടായി. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ നേതൃത്വത്തിൽ അംഗങ്ങൾക്കുള്ള അതിവർഷാനുകൂല്യത്തിന്റെ 2ാം ഗഡു വിതരണം നടന്നു. തടിയമ്പാട് ജില്ലാ ക്ഷേമനിധി ഓഫീസിൽ നടന്ന ചടങ്ങിൽ ക്ഷേമനിധി ബോർഡ് സംസ്ഥാന ചെയർമാൻ എൻ ചന്ദ്രൻ ആനുകൂല്യ വിതരണം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗത്വമെടുത്ത് കൃത്യമായി അംശാദായം അടച്ചുവരുന്ന അംഗങ്ങൾക്കുള്ള അധിക വർഷാനുകൂല്യത്തിന്റെ 2ാം ഗഡു വിതരണമാണ് ജില്ലാ ക്ഷേമനിധി ഓഫീസിന്റെ നേതൃത്വത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നത്. ആനുകൂല്യങ്ങളുടെ വിതരണോദ്ഘാടനം ക്ഷേമനിധി ബോർഡ് സംസ്ഥാന ചെയർമാൻ എൻ ചന്ദ്രൻ നിർവഹിച്ചു. ബോർഡിൽ അംഗമായി ക്ഷേമനിധിയിൽ അംഗമായി അംശാദായം കൃത്യമായി അടച്ചു. അത്രയും വർഷത്തിൽ ഒരു വർഷത്തിന് 625 രൂപ എന്ന നിലയിലാണ് അതിവർഷാനുകൂല്യം അനുവദിക്കുന്നത്. ബോർഡ് നൽകുന്ന 8ഓളം ആനുകൂല്യ പദ്ധതികളിൽ ഏറ്റവും ആകർഷകമായ ഒന്നാണ് ഈ അതിവർഷാനുകൂല്യം എന്ന് പറയുന്നത്. കർഷക തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ അധ്വാനിച്ച് വിയർപ്പൊഴുക്കുന്ന തൊഴിലാളി വിഭാഗത്തിൽപ്പെട്ട ഒന്നാണ്. പക്ഷെ അവർക്ക് സാമൂഹ്യ സുരക്ഷാ പദ്ധതികളൊന്നും തന്നെ നേരത്തെ ഉണ്ടായിരുന്നില്ല. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗത്തിൽ ക്ഷേമനിധി ബോർഡ് അംഗം പി കെ കൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഉഷ മോഹൻ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ KS മുഹമ്മദ് സിയാദ്, ജില്ലാ ക്ഷേമനിധി ഓഫീസർ R വിജയചന്ദ്രൻ, വിവിധ യൂണിയൻ നേതാക്കളായ MJ മാത്യു, ഷെർലി ജോസഫ്, അലിയാർ, വർഗീസ് വെട്ടിയാങ്കൽ, ജോർജ് അമ്പഴം, സ്റ്റാച്ച് പ്രതിനിധി ഇന്ദുലേഖ തുടങ്ങിയവർ സംസാരിച്ചു. പ്രൊജക്ട് ആൻഡ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ CITU കട്ടപ്പന ഏരിയ കൺവെൻഷൻ നടന്നു. CPM ജില്ലാ കമ്മിറ്റി അംഗം BR സജി ഉദ്ഘാടനം ചെയ്തു. CPM കട്ടപ്പന ഏരിയ കമ്മിറ്റി ഓഫീസ് ഹാളിൽ വെച്ചാണ് കൺവെൻഷൻ നടന്നത്. യൂണിയൻ ഏരിയ പ്രസിഡന്റ് PP സുരേഷ് അധ്യക്ഷനായിരുന്നു. CPM ജില്ലാ കമ്മിറ്റി അംഗം VR സജി ഉദ്ഘാടനം ചെയ്തു. എന്തിനാണ് നിയമം? 5 വർഷം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു പട്ടാളക്കാരൻ 10-18 വയസ്സിൽ പട്ടാളത്തിലെടുത്ത് പോയി 10-35 വർഷം വരെ രാജ്യത്തിന് സേവനം ചെയ്ത് തിരിച്ചു വന്ന് ഈ നാട്ടിൽ വിവിധ ജോലി എടുക്കുമ്പോൾ നമ്മുടെ പോലീസിനോടൊപ്പം തന്നെ നിന്ന് ട്രാഫിക് നിയന്ത്രിക്കുന്നതിൽ, അതുപോലെ ചില സ്ഥാപനങ്ങളിൽ സെക്യൂരിറ്റിയായി പോകുന്നതെല്ലാം പട്ടാളക്കാരുണ്ട്. അപ്പൊ ഇന്ത്യൻ സൈന്യത്തിൽ പോകുന്ന പട്ടാളക്കാരെന്ന പേരിൽ അറിയപ്പെടുന്ന സാധാരണ ഒരു ബാർബർ തൊഴിലാളി മുതൽ അല്ലെങ്കിൽ കുശിനി ജോലി ചെയ്യുന്ന ആൾ മുതൽ അവർക്കെല്ലാം രാജ്യത്തെ സർക്കാർ കൊടുക്കുന്ന ഒരു സംരക്ഷണമുണ്ട്. ദീർഘകാല പെൻഷൻ, മരിക്കുന്നവരെയുള്ള പെൻഷൻ. ഇന്ത്യയിലെ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ 10 ലക്ഷത്തോളം വരുന്ന തൊഴിൽ ഒഴിവുകൾ UPSC എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ PSC വഴിയാണ് നിയമനം നടത്തുന്നതെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമായ UPSC വഴി 10 ലക്ഷം ഒഴിവുകളാണ് ഇനിയും റിപ്പോർട്ട് ചെയ്യാൻ കഴിയാത്ത രൂപത്തിൽ അവശേഷിക്കുന്നത് ഈ രാജ്യത്തിനകത്ത്. അപ്പൊ ഇതെല്ലാം കാണിക്കുന്നത് ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്ക് ആവശ്യമായ നിയമനങ്ങൾ നടപ്പിലാക്കാൻ ഒരു വശത്ത് മോദി സർക്കാർ തയ്യാറാകുന്നില്ല. ഇന്ത്യയിലെ സാധാരണ ജനങ്ങളുടെ ജീവിത സാഹചര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മുടെ കാലത്ത് നമ്മുടെ സർക്കാർ ഇടതുപക്ഷം കൂടി പിന്തുണ കൊടുത്ത UPA ഗവൺമെന്റ് കാലത്ത് തുടങ്ങിയ തൊഴിലുറപ്പ് പദ്ധതിയുണ്ട്. യഥാർത്ഥത്തിൽ ഗ്രാമങ്ങളിലെ ജനങ്ങളുടെ പട്ടിണി പരിഹരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ
തൊഴിലുറപ്പ് പദ്ധതിക്കുള്ള പണം പോലും മോദി സർക്കാർ വെട്ടിച്ചുരുക്കിയാണ് കോടിക്കണക്കിന് രൂപ. CPM കട്ടപ്പന ഏരിയ സെക്രട്ടറി മാത്യു ജോർജ്, യൂണിയൻ ഏരിയ സെക്രട്ടറി TV സുരേഷ്, ജില്ലാ കമ്മിറ്റി അംഗം സവാദ്, MR ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. അയ്യപ്പൻകോവിൽ ആനക്കുഴിയിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അറ്റകുറ്റപ്പണികൾ നടത്താൻ നടപടിയില്ലെന്ന് പരാതി. പൈപ്പ് പൊട്ടിയതോടെ ഇതുവഴി ജലം പാഴാകുന്നതും പതിവാണ്. ഒരു മാസമായി ആനക്കുഴി ഭാഗത്ത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി റോഡിലൂടെ വെള്ളം ഒഴുകുന്നുണ്ട്. വെള്ളം പമ്പ് ചെയ്യുന്ന സമയത്ത് വലിയ അളവിലാണ് ജലം റോഡിലൂടെ ഒഴുകി പാഴാകുന്നത്. ഇത് കാൽനട യാത്രക്കാർക്കുൾപ്പെടെ പ്രതിസന്ധിയും സൃഷ്ടിക്കുന്നു. പൈപ്പ് പൊട്ടി ജലം പാഴാകുന്നതിനാൽ മേഖലയിലെ പല വീടുകളിലും കൃത്യമായി വെള്ളം എത്തുന്നില്ലെന്ന പരാതിയുമുണ്ട്. ഒരു മാസമായിട്ട് ഇങ്ങനെ പൊട്ടിവിടുന്നുണ്ട്. അതിങ്ങനെ ഞങ്ങൾ ഓഫീസ് വിളിച്ചറിയിച്ചായിരുന്നു. എന്നിട്ട് അവരത് ഒരു നടപടി എടുക്കുന്നില്ല. കാൽനടക്കാരൊക്കെ പോലും നടക്കാൻ പറ്റിയ അവസ്ഥയാണ്. വണ്ടിയൊക്കെയാണെങ്കിലും കാറൊക്കെ പൊളിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും പെട്ടെന്ന് നന്നാക്കി തരണം അഭ്യർത്ഥിക്കുന്നു. വെള്ളത്തിന് പവർ കുറവാണ്. കിട്ടുന്നുണ്ട്, എന്നാലും നേരിട്ട് കിട്ടുന്നുണ്ടെന്ന് വെള്ളത്തിന് പവർ കുറവായിട്ടാണ് കിട്ടുന്നത്. പതിവായി വെള്ളം റോഡിലൂടെ ഒഴുകിയതോടെ റോഡിനും കേടുപാടുകൾ സംഭവിച്ചു. സംഭവം വാട്ടർ അതോറിറ്റി അധികൃതരെ അറിയിച്ചെങ്കിലും യാതൊരു നടപടിയും സ്വീകരിക്കാൻ ഇവർ തയ്യാറായിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. നമ്മൾ ഈ അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ 2ാം വാർഡിൽപ്പെട്ട സ്ഥലമാണ് ഇത്. ഈ ആനക്കുഴി എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെ ഈ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസത്തിലേറെയായി. നമ്മളിത് പഞ്ചായത്തിൽ അറിയിച്ചു. അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി ആൾക്കാരെ വിളിച്ചറിയിച്ചാണ്. ഇപ്പോൾ ആ റോഡും കൂടെ പൊട്ടിപ്പൊളിഞ്ഞു പോകുന്നൊരവസ്ഥയിലേക്ക് ഇതുപോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ വെള്ളത്തിന് ക്ഷാമമുള്ളൊരു മേഖലയാണ്. കുടിവെള്ളത്തിന് ക്ഷാമമുള്ളൊരു മേഖലയാണ് ഈ പ്രദേശം. അപ്പോൾ ഈ വാട്ടർ അതോറിറ്റിയുടെ അനാവസ്ഥ കൊണ്ട് ഇപ്പോൾ ഈ പല വീടുകളിലും വെള്ളം ചെല്ലുന്നില്ല. ഈ വെള്ളം വെറുതെ പൊട്ടി പാഴായി ആ റോഡും കൂടെ ഇപ്പോൾ കോൺക്രീറ്റ് സഹിതം ടാറിങ്ങും കോൺക്രീറ്റും പൊളിയുന്നൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഇതിനെ ബന്ധപ്പെട്ട അധികാരികളിൽ ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ ഞങ്ങൾ വാട്ടർ അതോറിറ്റിയുടെ മുന്നിൽ ഒരു കുത്തിരിപ്പ് സമരം നടത്തേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായ പല ഭാഗത്തും സമാനമായ രീതിയിൽ പൈപ്പ് പൊട്ടി ജലം പാഴാകുന്നുണ്ട്. വിഷയത്തിൽ അടിയന്തരമായി അധികൃതർ ഇടപെട്ട പൊട്ടിയ പൈപ്പുകൾ പുനഃസ്ഥാപിക്കണമെന്നാണ് ആവശ്യം. KK വിനോദിന്റെ 24ാം രക്തസാക്ഷിത്വ ദിനാചരണം വെള്ളിയാഴ്ച ഇരട്ടിയാറ്റിൽ നടക്കും. ഉടുമ്പൻചോല MLA MM മണി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. 2001 മെയ് 16-നാണ് KK വിനോദ് മരണപ്പെടുന്നത്. എല്ലാ വർഷവും വിപുലമായ രീതിയിലാണ് വിനോദിന്റെ രക്തസാക്ഷിത്വ ദിനാചരണം CPIM-ന്റെ നേതൃത്വത്തിൽ ഇരട്ടിയാറിൽ നടക്കുന്നത്. വലതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും അതുപോലെ തന്നെ ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയ ആശയഗതികൾക്കും എല്ലാം എതിരായിട്ടുള്ള വളരെ ശക്തമായ പോരാട്ടമാണ് വിനോദിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഇരട്ടയാറ്റിൽ ആ കാലഘട്ടത്തിൽ സംഘടിപ്പിച്ചത്. ഇന്ന് CPIM-ന്റെ കരുത്തും ശക്തിയും വിളിച്ചോതുന്ന വിധത്തിലാണ് ഈ വരുന്ന മെയ് മാസം 16-ാം തീയതി വിനോദ് രക്തസാക്ഷി ദിനം ആചരിക്കുന്നത്. 100 കണക്കിന് വരുന്ന റെഡ് വാളണ്ടിയർമാരും 1000കണക്കിന് വരുന്ന CPIM-ന്റെ പ്രവർത്തകരും അണിനിരക്കുന്ന പ്രകടനവും അതുപോലെ തന്നെ റെഡ് വാളണ്ടിയർ മാർച്ചും ഇരട്ടയാറ്റിൽ നടക്കുകയാണ്. വൈകിട്ട് 5-ന് റെഡ് വോളണ്ടിയർ പരേഡ് നടക്കും. തുടർന്ന് ബഹുജന റാലിയും അനുസ്മരണ സമ്മേളനവും നടക്കും. CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KS മോഹനൻ, VR സജി, മാത്യു ജോർജ്, SFI അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് അനുശ്രീ എന്നിവർ സംസാരിക്കും. BSc മാത്സ് പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ നൂപ അനൂപിനെ കട്ടപ്പന സുവർണ ക്ലബ് റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. എഴുത്തുകാരൻ KR രാമചന്ദ്രൻ ഉപഹാരം കൈമാറി. MG സർവകലാശാല BSc കണക്ക് പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ കട്ടപ്പന ഗവൺമെന്റ് കോളേജ് വിദ്യാർത്ഥി നൂപ അനൂപിന് അനുമോദനം നൽകി. സുവർണഗിരി സുവർണ ക്ലബ് റീഡിംഗ് ആൻഡ് ലൈബ്രറിയുടെ നേതൃത്വത്തിലാണ് അനുമോദനം നൽകിയത്. എഴുത്തുകാരൻ KR രാമചന്ദ്രൻ ഉപഹാരം കൈമാറി. സുവർണഗിരി സ്വദേശിയായ വീരശ്ശേരിത്തറയിൽ നൂപ അനൂപ് കുട്ടിക്കാലം മുതൽ പഠനത്തിൽ മികവ് പുലർത്തിയിരുന്നു. 10ാം ക്ലാസ് വരെ വെള്ളയാങ്കുടി നിർമ്മൽ ജ്യോതി സ്കൂളിലും +2 വെള്ളയാങ്കുടി സെന്റ് ജെറോംസ് സ്കൂളിലുമാണ് പഠനം നടത്തിയത്. റാങ്ക് മുന്നിൽ കണ്ടുകൊണ്ടാണ് കട്ടപ്പന ഗവൺമെന്റ് കോളേജിൽ BSc കണക്ക് വിഷയം തിരഞ്ഞെടുത്തത്. ഇനി സിവിൽ സർവീസാണ് നൂപയുടെ ലക്ഷ്യം. ലൈബ്രറി ഭാരവാഹികൾ വീട്ടിലെത്തിയാണ് ഉപഹാരവും ക്യാഷ് അവാർഡും കൈമാറിയത്. ഭാരവാഹികളായ R മുരളീധരൻ, ലിജോബി ബേബി, MV സുഭദ്ര എന്നിവർ നേതൃത്വം നൽകി. SNDP യോഗം കഞ്ഞിക്കുഴി ശാഖയിൽ പുതിയ ഭാരവാഹികളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു. ചടങ്ങുകൾക്ക് തൊടുപുഴ യൂണിയൻ ചെയർമാൻ ബിജു മാധവൻ നേതൃത്വം നൽകി. കഞ്ഞിക്കുഴി ഗുരുമന്ദിര ഹാളിൽ നടന്ന പരിപാടിയിൽ SNDP തൊടുപുഴ യൂണിയൻ ചെയർമാൻ ബിജു മാധവൻ പുതിയ ഭാരവാഹികൾക്ക് സത്യവാചകം ചൊല്ലി നൽകി. കഞ്ഞിക്കുഴി ശാഖായോഗത്തിന്റെ പ്രസിഡന്റ് എന്ന സ്ഥാനത്തേക്ക് ചുമതല ഏറ്റെടുത്ത ഞാൻ SNDP യോഗത്തിന്റെയും ശാഖയുടെയും കുടുംബാംഗങ്ങളുടെയും പുരോഗതിക്ക് വേണ്ടി സത്യസന്ധമായി പ്രവർത്തിക്കുമെന്നും ഗുരുദേവനാമത്തിൽ സത്യം ചെയ്യുന്നു. സത്യം.
ശാഖായോഗം പ്രസിഡന്റായി സജീവ് ഈട്ടിക്കലും സെക്രട്ടറിയായി സുനിൽകുമാർ MGയും വൈസ് പ്രസിഡന്റായി ഷിബു മുണ്ടപ്ലാക്കലും യൂണിയൻ കമ്മിറ്റി അംഗമായി പ്രസാദ് ഇലവങ്കിലും ഉൾപ്പെടെ 14 അംഗ കമ്മിറ്റിയും ചുമതലയേറ്റു. തൊടുപുഴ യൂണിയൻ കൗൺസിലർ ഷിബു PT, യൂണിയൻ കമ്മിറ്റി അംഗം സ്മിത ഉല്ലാസ് തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന വെള്ളയാങ്കുടി അങ്കണവാടിയുടെ വാർഷികാഘോഷം നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് മാതാപിതാക്കൾക്കും കൗമാരക്കുട്ടികൾക്കുമായി ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. കുരുന്നുകളുടെ വിവിധ കലാപരിപാടികളോടെയാണ് വെള്ളയാങ്കുടി 91 നമ്പർ അങ്കണവാടിയിൽ വാർഷികാഘോഷം നടന്നത്. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പ്രദേശത്തുള്ള അംഗൻവാടി നിരസിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടിയില്ല എന്ന് പറഞ്ഞു പോകുന്നതിലുപരി നമ്മൾ വന്നു കഴിയുമ്പോൾ എല്ലാവർക്കും അതൊന്നും അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നമ്മുടെ കുടുംബത്തിൽ ഒരു വ്യക്തി കല്യാണം കഴിഞ്ഞ് വന്നാൽ നമ്മൾ അതിനെ അവരന്വേഷിച്ച് വന്നില്ല എങ്കിൽ പോലും നമ്മൾ അംഗൻവാടിക്കാരെ വിളിച്ച് അറിയിക്കുക തന്നെ ചെയ്യണം. പരിപാടിയോടനുബന്ധിച്ച് കൗമാരക്കാർക്കും മാതാപിതാക്കൾക്കുമായി ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. മേഖലയിലെ നിരവധി കൗമാരക്കാരാണ് പരിപാടിയിൽ പങ്കെടുത്തത്. നഗരസഭാ കൗൺസിലർ രജിത രമേശ്, ADS പ്രസിഡന്റ് മഞ്ജു സതീഷ്, വൈസ് പ്രസിഡന്റ് ജാസ്മിൻ നവാസ്, സ്കൂൾ കൗൺസിലർമാരായ രമ്യ, മിഷ, അങ്കണവാടി വർക്കർ ലതിക ബാലകൃഷ്ണൻ, ഹെൽപ്പർ ധന്യ ജോർജ് എന്നിവർ സംസാരിച്ചു. MG സർവകലാശാല ബിരുദ പരീക്ഷകളിൽ കാഞ്ചാർ ലഭക്കട GP ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് റാങ്കുകളുടെ തിളക്കം. സോഷ്യൽ വർക്ക് വിഭാഗത്തിലെ അഭിനന്യ സുഭാഷ് A ഗ്രേഡിൽ 8ാം റാങ്കും, ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെന്റ് വിഭാഗത്തിലെ അർഷമോൾ R A ഗ്രേഡിൽ 4ാം റാങ്കും, ഇതേ വിഭാഗത്തിലെ ഷിജിൻ അലക്സ് B+ ഗ്രേഡിൽ 9ാം റാങ്കും കരസ്ഥമാക്കി. റാങ്കുകൾ നേടിയ വിദ്യാർത്ഥികളെ കോളേജ് മാനേജർ ഫാദർ ജോൺസൺ മുണ്ടിയത്ത് CST, പ്രിൻസിപ്പൽ ഡോക്ടർ ജോൺസൺ V, വൈസ് പ്രിൻസിപ്പൽ ഫാദർ പ്രിൻസ് തോമസ് CST, കോളേജ് ബർസാർ ഫാദർ ചാൾസ് തോപ്പിൽ CST, വകുപ്പ് മേധാവികൾ എന്നിവർ അഭിനന്ദിച്ചു. ആൽഫ ആൻഡ് ഒമേഗ ഇന്റർനാഷണൽ മിനിസ്റ്ററി 15ാം തവണയും തോട്ടം മേഖലയിലെ കുട്ടികൾക്ക് കൈത്താങ്ങായി ബുക്കുകൾ വിതരണം ചെയ്തു. ഇത്തവണ 2 ലക്ഷം രൂപയുടെ ബുക്കുകളാണ് തോട്ടം മേഖലയ്ക്ക് സമ്മാനിച്ചത്. പരിപാടി പീരുമേട് MLA വാഴൂർ സോമൻ ഉദ്ഘാടനം ചെയ്തു. വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന 8, 9, 10 ക്ലാസുകളിലെയും +1, +2 ക്ലാസുകളിലെയും കുട്ടികൾക്കായാണ് ബുക്കുകൾ വിതരണം ചെയ്തത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ MPTA പ്രസിഡന്റ് സൂസി യേശുദാസ് അധ്യക്ഷയായിരുന്നു. പീരുമേട് MLA വാഴൂർ സോമൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയാം, ഇവിടെ നല്ല ഉന്നത വിജയ ശതമാനം നേടി കഴിഞ്ഞിരിക്കുന്ന സ്കൂളാണ്. അത് തുടർന്ന് നമുക്ക് അതേപടി നിലനിർത്തുവാൻ കഴിയണം. അതിന് കുട്ടികളെല്ലാവരും നന്നായി പരിശീലിക്കണം, നോട്ടുകൾ തയ്യാറാക്കണം, സംശയങ്ങൾ ടീച്ചർമാർ വന്ന് കണ്ട് ദൂരീകരിച്ച് മുന്നോട്ട് പോകണം. അങ്ങനെ വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ യശസ് നിലനിർത്തുവാൻ എല്ലാ കുട്ടികളും അതോടൊപ്പം തന്നെ രക്ഷകർത്താക്കളും അതേപോലെ തന്നെ PTAയും അധ്യാപകരും എല്ലാം ഒത്തൊരുമിച്ച് ശ്രമിച്ചുവെങ്കിൽ മാത്രമേ നമുക്ക് നല്ല വിജയം കരസ്ഥമാക്കുവാൻ കഴിയും. അതിന് വേണ്ട പരിശ്രമങ്ങൾ ഭംഗിയായി നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അഴുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും സ്കൂൾ PTA പ്രസിഡന്റുമായ PM നൌഷാദ് മുഖ്യപ്രഭാഷണം നടത്തി. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KD അജിത്, ഹെഡ്മാസ്റ്റർ K മുരുകേശൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇടുക്കിയുടെ മലനിരകളിലൂടെ മെട്രോ റെയിൽ ഉണ്ടെങ്കിൽ എങ്ങനെയിരിക്കും? മലമുകളിൽ നിന്ന് പതഞ്ഞൊഴുകുന്ന വെള്ളച്ചാട്ടങ്ങളുടെ മനോഹാരിത ആസ്വദിച്ച കാട് കീഴടക്കുന്ന വന്യമൃഗങ്ങളെയൊക്കെ കണ്ടൊരു യാത്ര. ഒരിക്കലും നടക്കാത്ത സ്വപ്നമെന്ന് തോന്നുമെങ്കിലും AI സഹായത്തോടെ അങ്ങനെയൊരു യാത്ര ഒരുക്കിയിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായ ആ യാത്ര ആസ്വദിക്കാം. തേയിലച്ചെരുവുകളെ തഴുകിയിറങ്ങുന്ന കോടമഞ്ഞിനെ കീറിമുറിച്ച് പായുന്ന മെട്രോ ട്രെയിൻ. ഭാവിയിൽ ഇടുക്കിയിൽ മെട്രോ റെയിൽ എത്തിയാൽ എങ്ങനെയായിരിക്കുമെന്ന നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കാട്ടിത്തരികയാണ് ഒരു കൂട്ടം ചെറുപ്പക്കാർ. മെട്രോ സ്റ്റേഷനുകളും ജലസംഭരണികളും കാടും മലയും എല്ലാം വീഡിയോയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ആക്ച്വലി ഇടുക്കി മെട്രോ
ഒരു കോൺസെപ്റ്റ് ആക്ച്വലി റാൻഡം ആയിട്ട് വന്നൊരു കോൺസെപ്റ്റാണ്. ലൈക്ക് ഞാൻ ആദ്യമേ വിചാരിച്ചത്, ആക്ച്വലി ഞാൻ ജനിച്ചതും വളർന്നതും പാങ്കോട് എന്ന് പറഞ്ഞൊരു ഗ്രാമം വൈബുള്ളൊരു സ്ഥലത്താണ്. സോ ആദ്യമേ ഞാൻ വിചാരിച്ചത് ഈ മെട്രോ നമ്മുടെ ഗ്രാമത്തേക്കിടെ പോലെ, ആക്ച്വലി നമ്മുടെ ഗ്രാമത്തിലുള്ള അമ്പലവും അല്ലെങ്കിൽ പാടോ അതിൻ്റെ മുകളിലേക്കൊക്കെ മെട്രോ പോയാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ആദ്യമേ വിചാരിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് ആക്ച്വലി ഇടുക്കിക്ക് ഒരു ട്രിപ്പ് പോലെ പോയത്. സോ അത് കഴിഞ്ഞിട്ടാണ് ആക്ച്വലി മൈൻഡിൽ ഈ ഒരു മെട്രോ ഇടുക്കിയിൽ വന്നാൽ അത് ഇടുക്കിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യും, വർക്കൗട്ട് ആവുമോ എന്നൊരു തോട്ട് പോലെ വന്ന് പിന്നെ ആക്ച്വലി ഞാനത് AI യൂസ് ചെയ്തിട്ടൊന്ന് മെട്രോ ഇടുക്കിയിലൊന്ന് പ്ലേസ് ചെയ്ത് നോക്കി. ആ വീഡിയോ ആണ് ആക്ച്വലി ഞാൻ റാൻഡമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തത്. ബേസിക്കലി ഞാനൊരു വീഡിയോ എഡിറ്ററാണ്. ലൈക്ക് വർഷങ്ങളായിട്ട് ഈ ഒരു പ്രൊഫഷൻ തന്നെയാണ് ആക്ച്വലി ഫോളോ ചെയ്യണത്. സോ അതിനിടയിലാണ് നമ്മുടെ നാട്ടിലെ ഗ്രാമത്തിലെ തന്നെ ദീപം എന്ന് പറഞ്ഞൊരു ക്ലബ്ബ്, അത് ആക്ച്വലി നമ്മുടെ ക്ലബ്ബാണ്. സോ ക്ലബിന് വേണ്ടി ഒറിജിനൽ കണ്ടന്റ്സ് ആണ് ആദ്യമേ എടുത്ത് തുടങ്ങിയത്. അതിൻ്റെ ഇടയിലാണ് ആക്സിഡൻ്റലി AI ഇൻട്രൊഡ്യൂസ് ആയത്. പിന്നെ നമുക്ക് ബഡ്ജറ്റ്, ലൈക്ക് നമുക്ക് ഒറിജിനൽ കണ്ടന്റ്സ് ഉണ്ടാക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. ലൈക്ക് നമുക്ക് ബഡ്ജറ്റ് ഉണ്ടാവും, ലൊക്കേഷൻസ് വേറെ നോക്കണം. സോ അങ്ങനെ ലിമിറ്റ് വന്നപ്പോഴാണ് AI ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ AI ട്രൈ ചെയ്ത് തുടങ്ങി. സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായ AI വീഡിയോയ്ക്ക് പിന്നിൽ SBA ക്രിയേറ്റീവ് എന്ന കൂട്ടായ്മയാണ്. മെട്രോ എത്തിയാൽ ഇടുക്കിയുടെ തനത് ഭംഗി നഷ്ടമാകുമെന്നും ഭംഗി വർദ്ധിക്കുമെന്നുമൊക്കെയുള്ള അഭിപ്രായങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നുണ്ട്. സ്വപ്നം യാഥാർത്ഥ്യമായാലും ഇല്ലെങ്കിലും വീഡിയോ ഇടുക്കിയെ സ്നേഹിക്കുന്നവർ ഏറ്റെടുത്തിരിക്കുകയാണ്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. സൗത്ത് ഇന്ത്യൻ കാർഡമം ഓൺലൈൻ ഓപ്ഷൻ ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 107, വിൽപ്പനയ്ക്ക് വന്നത് 18,440, വിൽപ്പന നടന്നത് 18,202, കൂടിയ വില 2,703, ശരാശരി വില 2,256. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 680 രൂപ, ഏലം കൂടിയ വില 2,200, ഏലം ശരാശരി വില 2000. കാപ്പിപ്പരിപ്പ് 440, ഗ്രാമ്പു 780, കൊക്കോ 80, റബ്ബർ 180. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 8,610 രൂപ, വെള്ളി 108. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. തൊടുപുഴ തൊമ്മൻകുത്ത് നാരങ്ങാനത്ത് വനംവകുപ്പ് കുരിശ് പൊളിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. സെന്റ് തോമസ് ഇടവക വിശ്വാസികളുടെ നേതൃത്വത്തിൽ തൊമ്മൻകുത്തിൽ വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രന്റെ കോലം കത്തിച്ചു. കുരിശ് തിരികെ സ്ഥാപിക്കുന്നതുവരെ സമരം തുടരുമെന്ന് വിശ്വാസികൾ. ചിന്നക്കനാലിൽ വീണ്ടും ചക്കക്കൊമ്പന്റെ വിളയാട്ടം. ആനയെ കണ്ട് ഭയന്നോടിയ ഇരുചക്രവാഹന യാത്രികന് പരിക്കേറ്റു. പരിക്കേറ്റത് ചിന്നക്കനാൽ സ്വദേശി ഈട്ടിക്കൽ സമാവതിക്ക്. പെരിയകനാലിൽ വഴിയോരക്കടകൾ കാട്ടാന തകർത്തു. മഴക്കാലം തൊട്ടരികിലെത്തിയിട്ടും കല്ലാർകുട്ടി അണക്കെട്ടിന്റെ സംഭരണ ശേഷി വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ വൈകുന്നു. അണക്കെട്ടിലെ മണലും ചെളിയും വാരി നീക്കുമെന്ന പ്രഖ്യാപനം നാളുകൾക്ക് മുമ്പുണ്ടായിരുന്നു. എന്നാൽ ഈ വേനൽക്കാലം അവസാനിക്കുമ്പോഴും ഇതിൽ നടപടിയില്ല. പണിതിട്ടും പണിതീരാതെ രാജാക്കാട് ഹോമിയോ ആശുപത്രി കെട്ടിടം. നിർമ്മാണം ആരംഭിച്ചു 4 വർഷം പിന്നിട്ടിട്ടും പണികൾ എങ്ങുമെത്തിയില്ല. ആശുപത്രിക്കായുള്ള കെട്ടിട നിർമ്മാണം ആരംഭിച്ചത് 2020. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.